തുടർച്ചയായി സിനിമ ചെയ്തില്ലെങ്കിലും, വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവില്ലെങ്കിലും, ജനമനസ്സിൽ നിന്ന് താരങ്ങൾ അതിവേഗത്തിൽ മറഞ്ഞുപോകും. എന്നാൽ ചില മലയാളികളുടെ മനസ്സിൽ ചിരപ്രതീക്ഷ നേടിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് മഞ്ജു വാര്യർ. വിവാഹമോചിതയായി 40കളോട് അടുക്കുന്ന സമയത്ത് സിനിമയിലേക്ക് തിരിച്ചു വരിക, നായിക വേഷങ്ങൾ ചെയ്യാൻ മുതിരുക എന്നതും പലരും പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒന്നാണ്. എന്നാൽ തെല്ലുമൊരു ഭയം ഉള്ളിലുണ്ടെങ്കിലും തന്നെ സ്നേഹിക്കുന്ന കുറച്ചുപേരെങ്കിലും അവശേഷിക്കുന്നുണ്ടാകും എന്ന വിശ്വാസത്തിലാണ് മഞ്ജു വീണ്ടും അഭിനയ ലോകത്തെത്തിയത്. മഞ്ജുവിന്റെ ആത്മവിശ്വാസവും പ്രേക്ഷക സപ്പോർട്ടും ഒരുമിച്ച് ചേർന്നപ്പോൾ നടിയുടെ രണ്ടാം വരവ് അതിഗംഭീരമായി മാറി. ഇന്ന് മലയാള സിനിമയിൽ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലാണ് താരം. സ്വന്തം വ്യക്തിജീവിതം പരസ്യപ്പെടുത്തുവാനോ മറ്റുള്ളവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റമോ സംസാരമോ ചെയ്യാത്ത നടി കൂടിയാണ് മഞ്ജു. പക്ഷേ സിനിമയിൽ വന്ന കാലം മുതൽ എന്നതുപോലെ ഇന്നും ഒട്ടുമിക്ക വിവാദങ്ങളിലും അനാവശ്യമായി മഞ്ജുവിന്റെ പേര് വലിച്ചിടാറുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ പങ്കുവയ്ക്കുന്ന വീഡിയോയും പോസ്റ്റുകളും നടിയുടെ വ്യക്തിജീവിതത്തെ സ്വൈര്യം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒരു തരത്തിലും കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് സനൽകുമാർ നടിക്കെതിരെ ആരോപിക്കുന്നത്. വിഷയത്തിൽ നിയമപരമായി നീങ്ങുകയാണ് നടി ഇപ്പോൾ. കേസ് ഒരു വഴിക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കഥയറിയാൻ ആട്ടം കാണുന്ന ചിലർ മഞ്ജുവിനെയും കമന്റിലൂടെ അധിക്ഷേപിക്കുന്നുണ്ട്. ദിലീപുമായി വിവാഹമോചനത്തിന് ശേഷം അമ്മയ്ക്കൊപ്പമാണ് മഞ്ജു. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം കഴിഞ്ഞ ദിവസം മകൾ മീനാക്ഷിയുടെ ഒരു പോസ്റ്റ് ലൈക്ക് അടിച്ച് വലിയ രീതിയിൽ വൈറലായി. കാവ്യമാധവന്റെ അച്ഛൻ അടുത്തിടെയാണ് മരിച്ചത് എന്നതുകൊണ്ട് തന്നെ ദിലീപും കുടുംബവും ഇത്തവണ ഓണം ആഘോഷിച്ചിരുന്നില്ല. പക്ഷേ ഓണാശംസകൾ നിറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. കാവ്യമാധവന്റെ വസ്ത്ര ബ്രാൻഡ് ലക്ഷ്യയുടെ ഓണം കളക്ഷൻ മോഡലായിരുന്നു മീനാക്ഷി. കേരള സ്റ്റൈലിൽ വ്യത്യസ്ത ലുക്കിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന ഫോട്ടോയും ഓണാശംസയോടൊപ്പം മീനാക്ഷി പങ്കുവച്ചു. അച്ഛൻ തന്നെ അവതാരം എന്ന സിനിമയിലെ കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ എന്ന പാട്ടായിരുന്നു ബിജിഎമ്മായി മീനാക്ഷി ഉപയോഗിച്ചിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ സെലിബ്രിറ്റി കിഡാണ് മീനാക്ഷി എപ്പോഴും. എന്ത് പോസ്റ്റ് ചെയ്താലും നിമിഷ നേരം കൊണ്ട് വൈറലാകും. ഓണാശംസ നേർന്ന് എത്തിയപ്പോൾ ആദ്യം ലൈക്ക് അടിച്ചവരിൽ മഞ്ജു വാര്യരും ഉണ്ടായിരുന്നു. എന്നാൽ ആളുകൾ അത് ശ്രദ്ധിച്ചു തുടങ്ങി എന്ന് മനസ്സിലാതെ ലൈക്ക് പിൻവലിച്ചു. 4.5 വർഷം മുമ്പാണ് മീനാക്ഷി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരംഭിച്ചത്. 2 വർഷം മുമ്പ് മഞ്ജു മകളെ ഫോളോ ചെയ്തു തുടങ്ങി. മീനാക്ഷി അമ്മയെ തുടക്കത്തിൽ ഫോളോ ചെയ്തിരുന്നു. എന്നാൽ ആളുകൾ അത് സംസാര വിഷയമാക്കിയോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു. വിവാഹമോചനത്തിന് ശേഷം മകള് ദിലീപിന് വിട്ടു നൽകിയ മഞ്ജു പിന്നീട് മീനാക്ഷിക്കൊപ്പം എവിടെയും പ്രത്യക്ഷപ്പെടുകയോ ഓർമ്മകൾ പങ്കുവെക്കുകയോ മകളെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. മകളുടെ വ്യക്തിജീവിതം മീഡിയയ്ക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കേണ്ടെന്നും കരുതിയാണ് സ്വകാര്യത നൽകിയതാകാം മഞ്ജു ആരെന്ന് ഭയപ്പെടുന്നില്ലെന്നും മകളോടുള്ള പരസ്യമായ സ്നേഹം പഠിപ്പിക്കാൻ എന്തിനു മടിക്കുമെന്ന് കമന്റുകളുണ്ട്. അമ്മയും മകളും പ്രൈവറ്റായി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് പ്രേക്ഷകർ അറിയാത്തവരും മറ്റു ചിലരെ പറയുന്നു.